ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നേ ഒരു 2000-ന് താഴെ വരുന്ന ഒരു നല്ലൊരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ ഒരു TWS ആണ്. നിങ്ങൾ ഒരു TWS ഒക്കെ വാങ്ങിക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമ്മുടെ ബോട്ട്, ഫയർ ബോട്ട് അങ്ങനത്തെ കുറെ ലോക്കൽ സാധനങ്ങൾ ഇപ്പൊ ഇഷ്ടം പോലെ വിറ്റ് പോകുന്നുണ്ട്. അവന്മാര് റിസർച്ചും ഒന്നും ഒരു സംഭവം ചെയ്യാണ്ട് ജസ്റ്റ് ചൈനയിൽ നിന്ന് ലോക്കൽ സാധനം ഇറക്കിയിട്ട് റിബനായിട്ട് ഇത് വിൽക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിച്ച് നിങ്ങളുടെ ചെവിയും സംഭവം ഒന്നും കേടാക്കരുതിട്ടാ. എന്താ വെച്ചാൽ നമ്മൾ സീറോ ഉപയോഗിക്കുന്ന സംഭവമാണ് TWS ഒക്കെ. അപ്പൊ അതില് നമ്മുടെ റെഗുലേഷൻ അനുസരിച്ച് ഉപയോഗിക്കുന്ന ഡ്രൈവേഴ്സും സംഭവങ്ങളൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി സംഭവങ്ങളൊക്കെ അതൊന്നും കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇയർ ഡ്രം സംഭവമൊക്കെ ഭയങ്കരമായിട്ട് ഡാമേജ് ആവും. നല്ല സാധനം ഉപയോഗിച്ചാൽ തന്നെ ഡാമേജ് ആവുന്നുണ്ട്. അപ്പൊ പിന്നെ പറയണോ. അപ്പൊ ഇങ്ങനത്തെ ലോക്കൽ കൂറ സാധനമൊന്നും വാങ്ങിച്ച് ഉപയോഗിക്കരുതിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പൊ ഇഷ്ടം പോലെ നമ്മുടെ എന്താ പറയാ ഇന്റർനാഷണൽ ബ്രാൻഡുകൾ തന്നെ നമുക്ക് അണ്ടർ ബഡ്ജറ്റ് എല്ലാ സാധനങ്ങളും ഇറക്കുന്നുണ്ട്. അപ്പൊ 2000 രൂപയുടെ താഴെ വരുന്ന ഒരു TWS നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഭവം OnePlus Nord Buds 2R ആണ്. അത്യാവശ്യം നല്ല ഹെവി ബാസ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. പിന്നെ 2000-ന്റെ റേഞ്ചിലേ വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഭയങ്കര പ്രത്യേക ഇടിവെട്ട് സംഭവമൊന്നും പ്രതീക്ഷിക്കരുത്. എല്ലാം ഒരു ആവറേജ് തന്നെ ആയിരിക്കും. നമ്മൾ എന്തായാലും ഞാൻ അത് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഒരു ബ്ലൂ കളറാണ്. ഇതിന്റെ MRP ഒക്കെ 2299 രൂപയ്ക്ക് ഉള്ളത്. നമുക്ക് ആമസോണിൽ 1999 രൂപയ്ക്ക് ഉള്ള പ്രൈസ്. മാർച്ച് 2024 മേക്കിംഗ് ആണ്. മാനുഫാക്ചർഡ് ബൈ OnePlus തന്നെയാണ്, ഇമ്പോർട്ടഡ് തന്നെയാണ്. വേറെ സംഭവങ്ങളൊന്നും ഇല്ല. 1 ഇയർ വാറണ്ടി സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. ഇവരുടെ എല്ലാം ഒരു ക്യാപ്സ്യൂൾ സ്റ്റൈലാണല്ലോ. നമ്മൾ ബ്ലൂ കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ അവർ ഇറക്കുന്നതും ഇതേപോലെ ഒരു ക്യാപ്സ്യൂൾ സ്റ്റൈൽ തന്നെയാണ്. അത് അത്യാവശ്യം കുറച്ച് ചെറുതാക്കിയത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു Type-C കേബിൾ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മൈക്ക് ഇൻപുട്ട് ആണ് സംഭവം. അല്ല, അത് ലൈറ്റാണ്. ലൈറ്റാണത്. ഞാൻ ചോദിച്ചതിന് മൈക്ക് ഇൻപുട്ടൊക്കെ. അപ്പൊ ഇത് നമുക്കൊരു ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അവിടെ നിൽക്കാത്ത ഞാൻ ബോക്സിൽ വേറെ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സാണ് ഉണ്ടാവുക. അപ്പൊ അതിൽ നമുക്ക് ഇതിന്റെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു സ്റ്റിക്കർ, ഒരു റെഡ് കേബിൾ ക്ലബ്, വാറണ്ടി ഡോക്യുമെന്റ്സ്. അതല്ലാണ്ട് നമുക്ക് ഒരു എക്സ്ട്രാ ടിപ്സുകൾ സംഭവം വരുന്നുണ്ട്. പിന്നെ ഒരു Type-A to Type-C നമ്മുടെ OnePlus-ന്റെ റെഡ് കളർ കേബിളും വരുന്നുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് മാറ്റി വയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. അപ്പോൾ അത് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അത് ഇവരെ നോഡ് സീരീസിൽ ഇറക്കിക്കുന്ന ഒരു ഡിസൈൻ തന്നെയായിരുന്നു അത്. അപ്പോൾ ബ്ലൂ കളറാണ്. അത് നമുക്ക് വൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ബ്ലാക്ക് കളറും ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ടച്ച് സെൻസിറ്റീവ് വരുന്ന ഒരു സംഭവം നമുക്ക് ഇവിടെ കാണുന്നതായിരിക്കും. കണ്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ചെവിയിരിക്കുന്ന ഒരു സംഭവം കണ്ടോ. അത് ശരിക്കും നല്ല ക്വാളിറ്റി കംഫർട്ടബിൾ ആണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമ്മേ ഒരു എന്താ പറയാ, ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ട്. അത് എടുത്തു കളയണം, അല്ലെങ്കിൽ ചാർജ് ആവില്ല. അത് ഞാൻ അത് എടുത്തു കളയട്ടെ. നല്ല ടൈറ്റാ. പിന്നെ ഇത് മത്തി. പിന്നെ ഇതിന്റെ പ്ലാസ്റ്റിക് കോട്ടിങ് എടുത്തു കളയട്ടെ. അപ്പോൾ കംഫർട്ടബിളിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. കിടിലൻ തന്നെയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്കതിൽ ഡിഫോൾട്ടായിട്ട് വന്ന ബഡ്സ് തന്നെ എനിക്ക് കറക്റ്റാണ്. ചിലർക്ക് ചിലപ്പോൾ അത് പറ്റില്ല, ചിലപ്പോൾ അത് ഊരി വെക്കേണ്ടി വരും. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ തൽക്കാലം ഇപ്പോൾ OnePlus ഡിവൈസ് ഇല്ല. ഞാനത് എന്താ പറയുക, നമ്മുടെ പിക്സലിൽ നമുക്ക് നോക്കി വെക്കാം. അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഐഫോണിൽ നോക്കി വെക്കാം. അപ്പം ഞാൻ ബ്ലൂടൂത്ത് ഓൺ ആക്കട്ടെ. ഇതിലെന്തായാലും ഫാസ്റ്റ് പെയറിംഗ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ OnePlus-കാരുടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. OnePlus-നോട് ഓട്ടോമാറ്റിക് ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു പെയറിംഗ്. ഓക്കെ, എലോ അസിസ്റ്റ് കോണ്ടാക്ട് ആൻഡ് കോൾസ്. ഓക്കെ, പെയറിംഗ് ആയി കഴിഞ്ഞു. ഇതിൽ കാണിക്കുന്നുണ്ട് കണ്ടോ, 70%. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓപ്ഷനിൽ അതിൽ നമുക്ക് ഫീച്ചേഴ്സൊക്കെ ഇതിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാലോ. നമുക്ക് സ്പെഷ്യൽ ഓഡിയോ സപ്പോർട്ട് വരുന്നുണ്ട്. കമ്പാറ്റബിൾ മീഡിയ വോയിസ്, അതും കൊള്ളാം. അത് നമുക്ക് ഓണാക്കാം. അയ്യോ, അത് പോയി. ഈ ഗൂഗിൾ പിക്സൽ ഭയങ്കര സ്മൂത്താ സാധനം. ഞാൻ ഇതിൽ ആക്ച്വലി അവരുടെ എന്താ പറയുക മെലഡി ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ OnePlus ഡിവൈസ് അല്ലാത്ത ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫീച്ചേഴ്സ് കിട്ടും. ഇതാണ് ഞാൻ ഉള്ള ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എന്താ ആദ്യം ചോദിക്കുന്നവർ ഇതിൽ ആദ്യം ആഡ് ചെയ്യാൻ പറയേണ്ടവർ എന്തായാലും കാണിക്കുന്നുണ്ട് പെട്ടെന്ന്. ഇതിൽ അങ്ങനെ നമുക്ക് കുറച്ച് ഡിസൈനും സംഭവങ്ങളൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. 70%. അതെന്തായാലും നല്ലതാട്ടാ. ഗെയിമിംഗ് മോഡ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ഗെറ്റ് സ്റ്റാർട്ടർ ഒന്നും വേണ്ട. ഫേംവെയർ ഒന്നും ഇല്ല നോക്കട്ടെ. എല്ലാം ഇയർബഡ് കൺട്രോൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അത് കൊള്ളാലോ. ഡിവൈസ് ഇതിൽ നമുക്ക് സൗണ്ട് മാസ്റ്റർ EQ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. അതിൽ 3 ഉണ്ട്. ബാസ്, ബോൾഡ്, വേണമെങ്കിൽ ഇക്വലൈസർ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഓപ്ഷനും വരുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാം. എന്തായാലും നമുക്ക് കുറച്ച് പാട്ട് കേട്ട് നോക്കാം. ഞാൻ എന്തായാലും 2 വെക്കട്ടെ.
അപ്പോൾ നമുക്കെന്തായാലും പാട്ട് പുറത്തേക്ക് വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ പാട്ടൊന്ന് മ്യൂസിക് നോക്കട്ടെ. സൗണ്ട് കൂട്ടട്ടെ. നല്ല ബാസുണ്ട്. ബാസാണ് കുറച്ചും കൂടി. ബാസ് പാട്ട് ഇഷ്ടമുള്ളവർക്ക്. ഓ, ബീറ്റ്സ് ഭയങ്കരമാണ് കേട്ടാ. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ. ഓ, ബാസ് രക്ഷയില്ല. ബീറ്റ് ക്ലാരിറ്റി ഉണ്ട് കേട്ടാ, കുഴപ്പമൊന്നുമില്ല. വാസു രക്ഷയില്ലടാ ബീറ്റ്. ഓ, രക്ഷയില്ലാത്ത ബീറ്റാണ്. കൊള്ളാം. ബീറ്റ് ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെയാണ്. സാധനം ഇത്ര ഉള്ളതെന്ന് വെച്ചാലും എന്തായാലും ഞാൻ അതിന്റെ ഒന്ന് ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ട്രൈങ് സംഭവങ്ങളൊക്കെ ചെയ്ത് നോക്കി. നമ്മൾ കോൾസും സംഭവങ്ങളൊക്കെ നോക്കി. ഗെയിമിങ് ഞാൻ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രൈസിന് വാല്യൂ ഫോർ മണി തന്നെയാണെന്ന് തന്നെ പറയേണ്ട വരും. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മ്യൂസിക്കിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. കുറേ പേരൊക്കെ നമ്മൾ സംഭവം റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അവർ പറയുന്നത് ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നത്. നല്ല ക്ലാരിറ്റി ഉണ്ട്, ഒരു കുഴപ്പമില്ല ക്ലാരിറ്റിക്കൊന്നും. ഭയങ്കര പിന്നെ കിടിലൻ പെർഫോമൻസും സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. 1995 സാധനമാണ്. അപ്പോൾ പിന്നെ അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ ക്ലാരിറ്റിക്കൊന്നും ഒരു കുഴപ്പമില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട്. ഞാൻ ബാസില്ലാത്ത പാട്ട് വെച്ച് നോക്കിയപ്പോഴും ക്ലാരിറ്റിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. കോൾസും കുഴപ്പമില്ലാണ്ട് ഒരു ആവറേജ്, എല്ലാം ഒരു ആവറേജ് അബോ അല്ലെങ്കിൽ ആവറേജ് ആ റേഞ്ചിലാണ് സംഭവം വരുന്നത്. പക്ഷേ നല്ല കുഴപ്പമില്ല. നല്ല ബിൽ ക്വാളിറ്റിയുടെ കാര്യം പറയണ്ട, നല്ല ബിൽ ക്വാളിറ്റിയാണ്. നമുക്ക് ഇത് കുറച്ച് സ്ലിപ്പറിയാണ്. മാറ്റ് ഫിനിഷ് ആണെങ്കിലും നമുക്കിത് പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്ലിപ്പറി എന്ന് വേണമെങ്കിൽ പറയാം. സിംഗിൾ ഹാൻഡിൽ പൊന്തിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിക്ക് ചെയ്യുന്നുണ്ടോ, പക്ഷെ സ്ലിപ്പായി പോകും പെട്ടെന്ന്. അതാണ് കുഴപ്പം. എന്താ വെച്ചാൽ അതിന്റെ ഷേപ്പ് അങ്ങനെയല്ല, പറ്റുക ചെയ്യുന്നുണ്ടോ. നല്ല ഈ സാധനം തെറിച്ചു പോകണമെന്നില്ല. അവിടെ വലിയ കുഴപ്പമില്ലാത്ത മാഗ്നറ്റിക് സംഭവമൊക്കെ ഉണ്ട്. ഭയങ്കര ടെക്കളൊക്കെ ചിലപ്പോൾ തെറിച്ച് പോകുമായിരിക്കും. കുഴപ്പമൊന്നുമില്ല. ഇതാ കണ്ടു. കുറെ പേര് പറയുന്നത് ഇതിന്റെ മാഗ്നറ്റിക് ഒക്കെ ഭയങ്കര ബോറാന്നൊക്കെ പറയുന്നത്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇത്ര ഫോഴ്സ് എടുത്തിട്ടും പോകണമെന്നില്ല സാധനം. അപ്പോൾ സംഭവം കൊള്ളാം. എന്തായാലും 2000 രൂപയുടെ താഴെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കുക, ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്കൊരു പ്രോബ്ലം സാധനത്തിൽ കാണാറില്ല. നല്ല സാധനം തന്നെയാണ്. ഈ ലോക്കൽ ചൈനീസ് സാധനങ്ങൾ റീബ്രാൻഡ് ചെയ്ത് ലോക്കൽ ചൈനീസ് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ സാധനം ചൈനീസ് തന്നെയാണെന്ന് വെച്ചാൽ OnePlus ചൈനീസ് കമ്പനി തന്നെയാണല്ലോ. പക്ഷെ ലോക്കൽ ബ്രാൻഡ്, ലോക്കൽ സാധനവും ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റുകളും വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഫോളോ ചെയ്യുന്ന റെഗുലേറ്ററി സംഭവങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഇത് നമുക്ക് എനിക്ക് തോന്നുന്നത് 12mm ഡ്രൈവറാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് സ്പെക്സും സംഭവം എഴുതിയിട്ടൊന്നുമില്ല കേട്ടോ. വേറെ പ്രത്യേകിച്ച് സംഭവം ഒന്നുമില്ല. നോർമലി നമുക്ക് വേറെ ബോക്സുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിറച്ച് സ്പെക്സും സംഭവങ്ങളൊക്കെ ആവുമല്ലോ. പക്ഷെ ഇതിന്റെ ബോക്സിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. ക്ലീൻ ബോക്സ് ആണ്. എന്ത് സ്പെക്സും സംഭവങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ നോർമലി എടുക്കുന്ന എന്തിനാ, കോൾസിന് മ്യൂസിക് കണ്ണും പൂട്ടിയെടുക്കുക, ഒരു കുഴപ്പമില്ല. ഈ പ്രൈസിന് കണ്ണും പൂട്ടിയെടുക്കുക, ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. നമുക്ക് ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. 3 കളേഴ്സ് ഉണ്ട്. ഈ കളറാണ് ഞാൻ കുറച്ചും കൂടി റെക്കമെൻഡ് ചെയ്യുക. എന്താ വെച്ചാൽ അധികം അങ്ങനെ പെട്ടെന്ന് ചളിയും സംഭവമൊന്നും പിടിക്കില്ല. പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഈ ബ്രാൻഡിങ്ങും സംഭവമൊന്നും കാണില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ബ്ലാക്ക് കൊടുക്കാൻ ചളിയും സംഭവമൊന്നും പിടിക്കില്ല. പക്ഷെ വൈറ്റ് കുറച്ച് സൂക്ഷിച്ചെടുത്താൽ മതി. പിന്നെ ഇതിന്റെ കേസ് ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ ഇത് നമ്മുടെ പോക്കറ്റിലൊക്കെ വയ്ക്കാൻ കുറച്ച് പാടാന്ന് വെച്ചാൽ കുറച്ച് തടി കൊടുത്തലാണ് കണ്ടു. ഈ ഷേപ്പിന്റെ അത് ഇവരുടെ പണ്ടത്തെ ഷേപ്പ് തൊട്ടേ ഇങ്ങനത്തെ ഷേപ്പ് തന്നെയാണ്. ഇവരുടെ അതർ ദാൻ ഇവരുടെ OnePlusന്റെ ബഡ്സിന്റെ ഹൈ എൻഡ് മോഡൽ ഉണ്ടല്ലോ, അതൊഴിച്ച് ബാക്കിയെല്ലാം ഈ ക്യാപ്സ്യൂൾ ടൈപ്പ് തന്നെയാണ്. പക്ഷെ കുഴപ്പമില്ല, വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. വെയിറ്റ് ഒക്കെ മിനിമൽ തന്നെയാണ്, പ്ലാസ്റ്റിക് തന്നെയാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. പക്ഷേ ഈ സാധനം 2000 താഴെ എന്തായാലും നിങ്ങൾക്ക് സുഖമായിട്ട് വാങ്ങിക്കാം. ലോക്കൽ ഈ ഫയർ ബോൾട്ട് അങ്ങനത്തെ കുറെ ട്രൂക്ക് അങ്ങനത്തെ കുറെ ലോക്കൽ സാധനം വാങ്ങിക്കുന്നുണ്ട്. ഭേദം ഈ സാധനം വാങ്ങിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്തൊരു പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വെബ്സൈറ്റ് agenti.banksupport.in വെബ്സൈറ്റ് കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നിങ്ങൾക്ക് അതിൽ തന്നെ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസ് ഒക്കെ അപ്ലൈ ചെയ്യാം. നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ചെയ്യും. നോർമലി കാട്ടും വിത്തോറും പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുത്ത് പറയാൻ കാരണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പുതിയ ചാനൽ GHS വേൾഡ് കാണാത്തൊരു പോയി കണ്ടു നോക്കുക. നമ്മളതിൽ ന്യൂസുകളാണ്, ടെക്നിക്കലും എന്താ പറയുക ഫൈനാൻഷ്യലും എല്ലാ സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ സംഭവങ്ങളായിരിക്കും.
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പിന്നെ നമ്മൾ എന്താ പറയുക ടെലിഗ്രാം ചാനലും ഉണ്ട് നമുക്ക്. ഇപ്പോഴത്തെ റീസെൻ്റ് നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മളതിൽ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ചെക്കൗട്ട് ആക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത കാണാം. ബൈ.